ജീവിതത്തിൽ വിജയിക്കണമെന്നത് ഓരോരുത്തരുടെയും വലിയ ആഗ്രഹമാണ്. പഠനം, ജോലി, വിവാഹം, ബിസിനസ് തുടങ്ങി പല മേഖലയിലും പലപ്പോഴും നാം വലിയ പ്രതിബന്ധങ്ങൾ നേരിടാറുണ്ട്. ഈ പ്രതിബന്ധങ്ങൾ അതിജീവിക്കാൻ, അതിന് വഴിയൊരുക്കാൻ നമ്മളെ നയിക്കുന്ന ദൈവമാണ് സിദ്ധിവിനായകൻ, വിജയത്തിന്റെയും സാധ്യതകളുടെയും പ്രതീകം. സിദ്ധിവിനായകനെ പ്രാർത്ഥിക്കുമ്പോൾ അത്യന്തം പ്രധാനമാണ് ശുദ്ധഹൃദയവും വിശ്വാസവുമുള്ള മനസ്സോടെയും ആത്മാർത്ഥതയോടെയും അതിന് സമീപിക്കുക. പ്രതിദിനവും രാവിലെ കുളിച്ചശേഷം ശാന്തമായ മനസ്സോടെ ഓം സിദ്ധിവിനായകായ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കാം. ഓരോ ജപത്തിനിടയിലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് മനസ്സിൽ ഉദ്ദേശിച്ചു പറയേണ്ടതാണ്. ഓരോ ഉച്ചാരണവും വിജയത്തിലേക്കുള്ള ഒരു പടി ആകട്ടെ എന്ന് വിചാരിക്കുക. ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിനങ്ങളിൽ പ്രത്യേകമായ ഗണപതി പൂജകൾ നിർവഹിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ആ ദിവസം ഗണപതിക്ക് പ്രിയപ്പെട്ട മോദകം, പഞ്ചസാര, തുളസിയില, തേൻ തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ചിലർ വീട്ടിൽ ഹോമം നടത്തുകയോ ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തിനോ ചതുർത്ഥി വിളക്കിനോ നൽകുകയോ ചെയ്യുന്നു. സിദ്ധിവിനായകനെ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുന്നവർക്ക് പഠനത്തിൽ വിജയം, ജോലി ലഭ്യത, ബിസിനസ്സിൽ നേട്ടം, സന്താനഭാഗ്യം, വിവാഹസിദ്ധി തുടങ്ങിയ അനേകം മാനസികാഭിലാഷങ്ങൾ സഫലമാകുന്നു എന്നാണ് ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും പറയുന്നത്. വിഘ്നങ്ങൾ നീക്കി വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നവനാണ് സിദ്ധിവിനായകൻ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചെറിയൊരു സമയം മാറ്റി ദൈവത്തോട് സ്നേഹത്തോടെയും ആഴത്തിലുള്ള വിശ്വാസത്തോടെയും സംസാരിക്കുക. ആത്മാർത്ഥമായ ആ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഇന്ന് തന്നെ സിദ്ധിവിനായകനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കൂ.